ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞ് ഐസക്കും സക്രയും എഡിനും ഓഫീസിലേക്ക് പോയി. നിങ്ങൾക്ക് എന്ന് മുതലാ കൊച്ചുങ്ങളെ കോളേജിൽ പോയി തുടങ്ങേണ്ടത്? 2 ദിവസം കഴിഞ്ഞ് പോകണം വല്യമ്മച്ചി. നിന്നെ വീട്ടിൽ തിരക്കത്തില്ലയോടി കൊച്ചേ? ത്രേസ്യാമ്മ ജാസ്മിന് നേരെ തിരിഞ്ഞു. അത് മോള് മിക്കപ്പോഴും ഞങ്ങളുടെ വീട്ടിലെ അമ്മച്ചി. ഇച്ചായൻ്റെ ഫ്രണ്ടിൻ്റെ മോളാ. അവർക്ക് പ്രശ്നമൊന്നുമില്ല. നാൻസിയും ജാസ്മിനും പുറത്തേക്ക് നടന്നു. രണ്ടും ചേരും ഒരേ തരക്കാർ. സൂസന്റെ മുഖം വീർത്തു. ഹോ, ഇല്ലേലും അമ്മച്ചിക്ക് എൻ്റെ മക്കളെ കുറ്റപ്പെടുത്താൻ വല്ലാത്ത വെപ്രാളാണ്. പിന്നെ കുറ്റം കാണുമ്പോൾ പറയണ്ടേ? വലിയമ്മച്ചിയും വിട്ടുകൊടുത്തില്ല. സൂസൻ ദേഷ്യത്തിൽ അകത്തേക്ക് കയറി. എന്തിനാ അമ്മച്ചി ചേട്ടത്തിയെ ദേഷ്യം പിടിപ്പിക്കുന്നത്? എൻ്റെ മേരി, ഞാൻ കാര്യമല്ലേ പറഞ്ഞത്? ആ പുറത്തേക്ക് പോയ 2 സാധനങ്ങളുണ്ടല്ലോ, സൂക്ഷിച്ചില്ലേൽ ഈ വീടിനെ 2ആയി വെട്ടിമാറ്റും. ഹരിയെ കണ്ടപ്പോൾ പെണ്ണ് ഒന്ന് ഇളകിയതാ. നിഷ പതിയെ പുറത്തേക്ക് വന്നു. ബാ കൊച്ചേ, ഇവിടെ ഇരിക്ക്. ത്രേസ്യാമ്മയ്ക്ക് അടുത്ത് സെറ്റിയിലിരുന്നു. കണ്ണുകൾ വാതിൽ ഭാഗത്തേക്ക് നീണ്ടു. വല്യമ്മച്ചി തല കുലുക്കി. ചെക്കനെ വിളിച്ചായിരുന്നോ പെണ്ണെ? ആ, വിളിച്ചമ്മച്ചി, ദേ വരുവാന്ന് പറഞ്ഞു. ക്ഷേത്രത്തിൽ തൊഴുത് പ്രാർത്ഥിച്ച് പ്രസാദവും നെറ്റിയിൽ തൊട്ട് പുറത്തേക്കിറങ്ങി. റോഡിന് സൈഡിലൂടെ മുന്നിലേക്ക് നടന്നു. ദൈവമേ, തല ചുറ്റുവാ. ഒരു ഓട്ടോ കിട്ടിയാൽ മതിയായിരുന്നു. ഈ ചെക്കനോട് കൂടെ വരാൻ പറഞ്ഞതാ, കേട്ടില്ല. കണ്ണിൽ ഇരുട്ട് കയറി. കയ്യിലിരുന്ന ഇലച്ചിന്തിലെ പ്രസാദവും പേഴ്സും ഊർന്നു വീണു. തലയിൽ കൈകൾ അമർത്തി ദേവിയമ്മ നിലത്തേക്ക് മറിഞ്ഞു. അയ്യോ, വഴിയാത്രക്കാർ ഓടിക്കൂടി. ഇന്ന് ആനി കൊച്ച് ഒന്ന് ഞെട്ടും. ഫ്രണ്ട് മിററിലേക്ക് നോക്കുമ്പോൾ അവൻ്റെ ചുണ്ടിൽ കുസൃതി നിറഞ്ഞു. ആനി കൊച്ചിന് ഇച്ചായൻ്റെ വക ഒരു ഗിഫ്റ്റുണ്ട്. ഒരിക്കലും മറക്കാനാകാത്ത സമ്മാനം. ഡെന്നിയുടെ കണ്ണുകൾ റോഡിന് സൈഡിലെ ആൾക്കൂട്ടത്തിൽ ഉടക്കി. ഇനി എൻ്റെ പൊന്നനിയൻ ആവോ? ചിലപ്പോ ആയിരിക്കും. കാറ് സൈഡൊതുക്കി പുറത്തേക്കിറങ്ങി. എന്താ, എന്തു പറ്റി? മുന്നിൽ നിൽക്കുന്നവരെ വകഞ്ഞു മാറ്റി. ആ ചേച്ചി തല ചുറ്റി വീണു, ബോധമില്ല. ഡെന്നി ദേവിയമ്മയുടെ മുഖത്തേക്ക് നോക്കി. നന്നായി വിയർക്കുന്നുണ്ട്. ഹോസ്പിറ്റലിൽ എത്തിക്കാം. അവൻ അവരെ കയ്യിൽ വാരിയെടുത്തു. ഒരാൾ കാറിൻ്റെ ഡോർ തുറന്നു പിടിച്ചു. കുട്ടി പാലയ്ക്കലിലെ സാമുവലിൻ്റെ മോനല്ലേ? പിന്നിൽ നിന്നും ഒരാളുടെ ചോദ്യം. ഹാ, അതെ. അവൻ കാറിലേക്ക് കയറി. വണ്ടി മുന്നിലേക്ക് നീങ്ങി. നല്ല പയ്യനാ, ഡോക്ടറാണ് പോലും. ആൾക്കൂട്ടത്തിൽ ഡെന്നി സാമുവൽ ചർച്ചാ വിഷയമായി. അമ്മ, മുഖത്തേക്ക് വന്നു വീഴുന്ന വെള്ളത്തുള്ളി. ദേവിയമ്മ കണ്ണുകൾ ചെറുതായി തുറന്നു. ഒരു ഇരുട്ടുമറ പോലെ അവ്യക്തമായ രൂപം. എന്തു പറ്റി? വെള്ളം വേണോ? പുരുഷ ശബ്ദം. വേണം. വെള്ളം കുടിച്ച് സീറ്റിലേക്ക് ചാരി കിടന്നു. നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം. അവർ തല ചരിച്ച് ഡെന്നിയുടെ മുഖത്തേക്ക് നോക്കി. വേണ്ട മോനെ, രാവിലെ ക്ഷേത്രത്തിൽ വരാൻ തിരക്ക് കൂട്ടിയത് കാരണം BP-യുടെ ഗുളിക കഴിക്കാൻ മറന്നു, അതാവും. ആണോ? എന്നാൽ ഹോസ്പിറ്റലിൽ പോകാമ്മ, അതാ നല്ലത്. ഏയ് വേണ്ട, വീട്ടിൽ പോയി ഗുളികയും കഴിച്ച് ഒന്ന് കിടന്നാൽ ശരിയാകും. ഡെന്നി തല കുലുക്കി. ദേവിയമ്മ പറഞ്ഞു കൊടുത്ത വഴിയിലൂടെ കാറ് ചലിച്ചു. ക്ഷേത്രത്തിൽ പോകുന്നതിന് തെറ്റൊന്നുമില്ല. പക്ഷേ അവസ്ഥ മോശമാണേൽ വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചാലും ദൈവം കേൾക്കും. മോനെ, ദേ ഇതാ വീട്. ഡെന്നി കാറ് സൈഡൊതുക്കി. ഒരു ചെറിയ ഇരുനില വീട്. കുഞ്ഞു മതിൽക്കെട്ട്. ഗേറ്റ് തുറന്ന് കിടപ്പുണ്ട്. അവൻ്റെ കണ്ണുകൾ അവിടമാകെ ഒന്ന് ഓടി നടന്നു. ഒരുപാട് ചെടികൾ, കൂടുതലും പച്ചക്കറികളാണ്. പന്തൽ കെട്ടി വൃത്തിക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. കായ്ച്ചു നിൽക്കുന്ന പയറും പാവലും പടവലവും. സൂപ്പറാണല്ലോ. ഇതെല്ലാം ഈ വയ്യാത്ത അമ്മ ചെയ്യുന്നതാണോ? അല്ല മോനെ, ഇതിൻ്റെ അടുത്തേക്ക് ചെല്ലാൻ ചെക്കൻ സമ്മതിക്കില്ല. ഈ ചെടികൾ അവൻ്റെ ലോകമാണ്. ഓരോന്ന് പൂക്കുകയും കായ്ക്കുകയും ചെയ്യുമ്പോൾ ചെക്കൻ്റെ സന്തോഷം അത് കാണണം, ഹൃദയം നിറയും. അപ്പോൾ വീട്ടിൽ ആളുണ്ടായിട്ടാ ഒറ്റയ്ക്കിങ്ങനെ ഇറങ്ങി നടക്കുന്നത് അല്ലേ? അവനിൽ ഒരു മകൻ്റെ ശാസനയുടെ സ്വരം. ഒരു മോനുണ്ട്. ഭർത്താവ് മരിച്ചു. ഡോക്ടറായിരുന്നു. കല്യാണപ്രായമെത്തി. പക്ഷെ ചെക്കൻ ഒന്ന് കരയ്ക്ക് അടുക്കുന്നില്ല. അതാ സങ്കടം. ദേവിയമ്മ വേദനയോടെ ഇരുന്നു. ഓ, സങ്കടം വേണ്ട, എല്ലാം ശരിയാകും. കർത്താവ് എല്ലാം കേൾക്കുന്നുണ്ടല്ലോ. മോൻ വാ, അവനെ ഒന്ന് കാണാമല്ലോ. ഒരു ചായയും കുടിക്കാം. ഏയ് വേണ്ടമ്മ, ഇന്നെനിക്ക് ഒരുപാട് സന്തോഷമുള്ള ദിവസം.
പ്രിയപ്പെട്ട ആൾക്ക് ഒരു സമ്മാനം കൊടുക്കണം, ഒന്ന് ഞെട്ടിക്കണം. അതിനുവേണ്ടി രാവിലെ ഇറങ്ങിയതാ. കാണാഞ്ഞിട്ട് തിരക്കുന്നുണ്ടാവും. ഭാര്യയ്ക്കായിരിക്കും അല്ലേ? ഡെന്നിയുടെ കണ്ണുകൾ കൂർത്തു. എൻ്റെയും കല്യാണം കഴിഞ്ഞിട്ടില്ല. ഹാ, കൊള്ളാം. എന്നാ ശരി, ഒരു ദിവസം വരണേ മോനെ. വരാം, ബായ്. ഗുളിക കഴിച്ച് റെസ്റ്റ് എടുക്കൂ. കാറ് തിരിഞ്ഞു പോയി. ദേവിയമ്മ ക്ഷീണത്തോടെ പതിയെ നടന്നു. വന്നല്ലോ. ഇത്രയും നേരം എവിടെയായിരുന്നു ദേവിക്കുട്ടി? പരാതി കേട്ട് കേട്ട് ദൈവം ഇറങ്ങി ഓടിയിട്ടുണ്ടാവും. അമ്മ അവനെ ദേഷ്യത്തോടെ നോക്കി റൂമിൽ കയറി. പുള്ളിക്കാരി പിണങ്ങിയല്ലോ. അവർക്ക് പിന്നാലെ റൂമിലേക്ക് കയറുമ്പോൾ അമ്മ ബെഡിൽ കിടപ്പുണ്ട്. ഹരിയുടെ നെഞ്ചം ഒന്ന് വേദനിച്ചു. എന്തു പറ്റിയമ്മ? അവർക്ക് അരികിലായിരുന്നു. ഒന്ന് കൂടെ വരാൻ വിളിച്ചപ്പോ നീ വന്നില്ലല്ലോ. തല ചുറ്റി റോഡിൽ വീണു. മകനുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം? ആപത്തിൽ സഹായിക്കാൻ മറ്റൊരു മോൻ വന്നു. വാരിയെടുത്തു, വെള്ളം തന്നു. ദേ വീട്ടു പടിക്കൽ വരെ കൊണ്ടാക്കി തന്നിട്ട് പോയി. തളർച്ചയിലും കടുത്ത അമ്മയുടെ വാക്കുകൾ. ഹരി സങ്കടത്തോടെ തല ഉയർത്താതെ ഇരുന്നു. മക്കളെ, നിന്നെ വേദനിപ്പിക്കാൻ പറഞ്ഞതല്ലടാ. എന്തോ പറ്റിപ്പോയി, ക്ഷമിച്ചേക്ക്. സാരമില്ല, അമ്മ പറഞ്ഞതിൽ തെറ്റൊന്നുമില്ല. ഇനി ഒറ്റയ്ക്ക് വിടില്ല, പോരെ? ഓ, ഒരു ഉളുപ്പുമില്ലാതെ എൻ്റെ പിന്നാലെ നടന്നു. ഇത്രയും കേട്ടിട്ടും പെണ്ണ് കെട്ടിക്കൊള്ളാം എന്ന് പറയരുത്. പിന്നെ BP കയറിയതും എൻ്റെ കെട്ടും തമ്മിൽ എന്താ ബന്ധം? മിണ്ടാതെ അവിടെ കിടന്നോ. ഇന്ന് അടുക്കള എൻ്റെയാ. അമ്മയുടെ കൈത്തണ്ടയിൽ മുറുകെ പിടിച്ചു. സോറി അമ്മ. ഹാ, നീ വരാത്തത് നന്നായി. അതുകൊണ്ടല്ലേ ആ മോനെ കണ്ടത്. ഒരു സുന്ദരൻ ചെക്കൻ, ചുവന്ന് തൊടുത്ത് ആപ്പിൾ പോലെ ഇരിക്കുക. എന്ത് സ്നേഹ. ഹരിയുടെ മുഖം വീർത്തു. എന്നാ പിന്നെ അവൻ്റെ കൂടെ അങ്ങ് പോകരുതോ? വിളിച്ചിരുന്നേൽ പോയേനെ. അമ്മ, ചുമ്മാതെ അടച്ചക്ക. നിന്നെ വിട്ട് എവിടെ പോകാൻ? മരിക്കാൻ വരെ എനിക്ക് പേടിയാ. നീ തനിച്ചായി പോവില്ലേ? കൂട്ടിന് കൂടെ പിറപ്പില്ല, കൂട്ടുകാരില്ല. ഹരി പതിയെ അമ്മയ്ക്ക് അടുത്തായി കിടന്നു. അവരെ കെട്ടിപ്പിടിച്ചു. നമുക്ക് നമ്മൾ മാത്രം മതി, അതാ നല്ലത്. ദേ ഡെന്നി വന്ന അമ്മച്ചി. ട്രേസി അമ്മ കടുത്ത മുഖത്തോടെ ക്ലോക്കിലേക്ക് നോക്കി. സമയം 12. നേരം വെളുത്തപ്പോൾ ഇവിടെ നിന്ന് പോയവനാ. വരട്ടെ. നിഷയുടെ ഉള്ളം വല്ലാണ്ട് പിടച്ചു. പതിയെ സെറ്റിയിൽ നിന്നും എഴുന്നേറ്റു. എവിടെ പോവുക കൊച്ചേ? അത് വല്യമ്മച്ചി, റൂമിൽ. വേണ്ട, ഇവിടെ ഇരിക്ക്. അവളെ പിടിച്ച് അടുത്തായിരുത്തി. ഉച്ചത്തിൽ മിടിക്കുന്ന ഹൃദയം. അവൾ കണ്ണുകൾ മുറുകെ അടച്ചിരുന്നു. ഡെന്നി അകത്തേക്ക് ഓടി കയറി വരുന്നവനെ കണ്ട് നീരജ സന്തോഷത്തിൽ ഉറക്കെ വിളിച്ചു. വല്യമ്മച്ചിയുടെ നോട്ടവും വാതിൽ ഭാഗത്തേക്ക് നീണ്ടു. അയ്യോ എടാ കൊച്ചനെ, എന്താ ഇത്? വല്യമ്മച്ചി ചിരിച്ചു. സന്തോഷായ അമ്മയ്ക്ക്. നീരജ അവനെ കെട്ടിപ്പിടിച്ചു. നിന്റെ ഇച്ചായനെ ഒന്ന് നോക്ക് പെണ്ണെ. ഡെന്നിയുടെ കണ്ണുകൾ അവളിൽ മാത്രം ഒതുങ്ങി നിന്നു. ഷോ, ആ മുടിയും കൂടി അങ്ങ് വെട്ടരുതോ മോനെ? എന്നാ ഇത്തിരി കൂടി സുന്ദരനായേനെ. കിച്ചണിൽ നിന്ന് പുറത്തേക്ക് വന്ന് മറിയാമ്മ പറയുമ്പോൾ നിഷയുടെ കണ്ണുകളും അവനെ ഒന്ന് കാണാൻ തുടികൊട്ടി. വേണ്ട, ഇപ്പൊ നോക്കിയാൽ ശരിയാവില്ല. തല ഉയർത്താതെ തന്നെ ഇരുന്നു. ശരിയാ മറിയാമോ, ആ മുടി കുറച്ചങ്ങ് വെട്ടാമായിരുന്നു. ഇത് പെൺപിള്ളേരെ പോലെ. വല്യമ്മച്ചി ഡെന്നിക്ക് അരികിലായി നിന്നു. അവൻ്റെ മുഖത്ത് വല്ലാത്ത കുറുമ്പ്. ഏയ് ഇല്ല അമ്മച്ചി, ഇതാ ഇപ്പോഴത്തെ സ്റ്റൈല്. അങ്ങനെ പറഞ്ഞു കൊടുക്കൻ്റെ മേരിയമ്മേ. ഈ വല്യമ്മച്ചിക്ക് ഒന്നും അറിയില്ല, ഓൾഡ് ജനറേഷൻ. ശരിയാ, എനിക്കൊന്നും മനസ്സിലാകത്തില്ലട ചെക്ക. വയസ്സിയല്ലേ. പിന്നെ നീ എന്തേലും കഴിച്ചോ? ഇല്ല, രാവിലെ ഇവിടെ നിന്ന് പോയതല്ലേ. ഒന്നും കഴിക്കാതെ ഇത്ര നേരം നീ എവിടെ ആയിരുന്നു? എൻ്റെ വല്യമ്മച്ചി, ഞാൻ നേരത്തെ എത്തിയേനെ. വരുന്ന വഴിക്ക് ഒരമ്മ തല ചുറ്റി വീണു. അവരെ വീട്ടിലാക്കി. അങ്ങനെ കുറച്ച് ലേറ്റായി. ആണോ? എടി പെണ്ണെ, ചെക്കന് കഴിക്കാൻ എന്തേലും കൊടുക്ക്. നീരജ ഡൈനിങ് ഹാളിലേക്ക് നടന്നു. അവളുടെ ഒരു നോട്ടത്തിനായി കൊതിക്കുന്നവനെ നോക്കിക്കൊണ്ട് വല്യമ്മച്ചിയുടെ കണ്ണുകൾ നിഷയിലേക്ക് പാളി വീണു. പാവം എൻ്റെ കൊച്ചനെ ഒന്ന് നോക്കിയാൽ എന്താടി? നിനക്ക് വേണ്ടി വൃത്തിയും വെടുപ്പുമായി നടക്കാൻ തുടങ്ങി. ക്രേസിയാമ്മയുടെ മുഖം കൂർത്തു. മേരിക്കുട്ടി, നീ ഒന്ന് വന്നേ. കാലൊരു കടച്ചിൽ, ഇത്തിരി കുഴമ്പിട്ട് തിരുമിത്താം. വല്യമ്മച്ചി ഡെന്നിയുടെ തോളിൽ തട്ടി റൂമിലേക്ക് നടന്നു. കൂടെ മേരിക്കുട്ടിയും. അവൻ്റെ കാൽപെരുമാറ്റം തന്നിലേക്ക് അടുക്കുമ്പോൾ അവളുടെ ശരീരം ഐസ് പോലെ തണുത്തു. എൻ്റെ തമ്പുരാനെ, വരുവാ, ഓടിയാലോ? അവൾ എഴുന്നേറ്റു മുന്നിലേക്ക് നടന്നു. അനി,
വലം കൈയിൽ പിടിമുറുക്കി. നിഷയൊന്ന് വിറച്ചു. പോവാതെ എന്നെ ഒന്ന് നോക്ക് കൊച്ചേ. ഒരു നോട്ടം അതിനു വേണ്ടി ഇത്ര നേരം കൊതിച്ചു. മുന്നിൽ നിൽക്കുന്നവനെ തല ഉയർത്തി നോക്കാൻ വല്ലാത്ത ആഗ്രഹം. പ്ലീസ് ആനി, നിനക്ക് വേണ്ടിയാ. അല്ലേ ഒരിക്കലും. എൻ്റെ ആനിയല്ലേ, നോക്ക്. നിഷ തല ഉയർത്തി. ഡ്രിം ചെയ്ത് സെറ്റാക്കിയ താടി, മീശ ഷേപ്പിന് കട്ട് ചെയ്തിട്ടുണ്ട്. കണ്ണുകൾ ഒരുപാട് ഇഷ്ടത്തോടെ തിളങ്ങി. ഇച്ചായനെ ഇഷ്ടായോ? അവളുടെ നോട്ടം ഡെന്നിയിൽ തന്നെ തറച്ചു നിന്നു. എന്തേലും പറ എൻ്റെ കൊച്ചേ. കൈകൾ രണ്ടും ഇരു ഷോൾഡറിലായി വെച്ചു. എന്തേ? മറിയാമ്മ പറഞ്ഞതുപോലെ മുടിയും കട്ട് ചെയ്യണോ? എൻ്റെ ആനി പറ എന്നാ ഇന്ന് തന്നെ. വേണ്ട. അവളുടെ വിറയാർന്ന അതരങ്ങൾ പുലമ്പി. ഡെന്നിയുടെ വലം കൈ പിൻകഴുത്തിൽ ചേർന്നു. തലമുടിയിൽ പതിയെ തഴുകി. എന്ത് വേണ്ട പറയും മോളെ. അവളുടെ കണ്ണുകൾ കൂർത്തു. എന്തേ മോളെ വിളി ഇഷ്ടമായില്ല? സ്നേഹം കൂടുമ്പോൾ മോളേന്ന് വിളിക്കും. ഇപ്പോൾ എൻ്റെ ആനിക്കൊച്ചു പറയൂ പ്ലീസ്. അവൾ ചുറ്റിനും ഒന്ന് നോക്കി. ആരുമില്ല കൊച്ചേ. അത് എന്താ പറയണ്ടേ? അവൻ ചിരിച്ചു. മുഖത്തേക്ക് വീണ് കിടക്കുന്ന മുടിയെ ചെവിക്ക് പിന്നിലേക്ക് ഒതുക്കി വെച്ചു. ഡെന്നി ഒന്ന് കുനിഞ്ഞു. അവൾ കണ്ണുകൾ മുറുകെ അടച്ചു. ഇഷ്ടായോ? കാറ്റ് പോലെ ചെവിയിലേക്ക് ആ നേർത്ത സ്വരം തുളച്ച് കയറി. ഇഷ്ടായി. ഡെന്നി തല ഉയർത്തി. മതി, താങ്ക്സ്. കവിളിൽ പതിയെ തട്ടുമ്പോൾ കണ്ണുകൾ വലിച്ചു തുറന്ന് പരവേശത്തോടെ നിന്നു. ഡെന്നി വന്നേ കഴിക്കാം, നീരജ ഉറക്കെ പറഞ്ഞു. ദേ വരുന്നു അമ്മ. ഇച്ചായം പോട്ടെ. എനിക്ക്. അവൻ ഒന്ന് നിർത്തി. അവളുടെ മുഖം ചുളിഞ്ഞു. ഒന്ന് റൂമിലേക്ക് വരുമോ? യോ ഇല്ല, ഞാൻ വിക്കലോടെ തിരിഞ്ഞു നിന്നു. പ്ലീസ് ആനി, ഇച്ചായന് ഒരു കാര്യം പറയാനാ. ഈ കാലും വെച്ച് സ്റ്റെപ്പ് കയറാൻ പാടാണ്, അറിയാം. ഞാൻ എടുത്തുകൊണ്ട് പോകാം. അവൾ പിടപ്പോടെ ആ കണ്ണിലേക്ക് നോക്കി. വിശ്വാസം ഇല്ലേ എന്നെ? അവനിൽ വല്ലാത്ത ആകാംക്ഷ. കണ്ണുകൾ അതരത്തിൽ തന്നെ ആയിരുന്നു. വിശ്വാസം എന്നാ വരുമോ? അത് ഇവിടെ വെച്ച് പറഞ്ഞു. അത് പറ്റില്ല ആനി. അവൻ്റെ കണ്ണിലെ ആ നേരത്തെ ഭാവം പ്രണയം മാത്രം. വരാം. ദേഷ്യപ്പെടുവോ? ഇല്ല എൻ്റെ മന്ദൂസേ. ഇച്ചായന് ആനിക്കൊച്ചിനോട് ദേഷ്യപ്പെടാൻ പറ്റുമോ? ഇരു കവിളിലുമായി വേദനിപ്പിക്കാതെ വലിച്ചു പിടിച്ചു. മൈ സ്വീറ്റ് ബാർബി ഡോൾ. സ്റ്റെപ്പുകൾ കയറോ? ഞാൻ. അവൻ ഷർട്ടിൻ്റെ സ്ലീവ് ഒന്ന് ഉയർത്തി. വേണ്ട വേണ്ട, ഞാൻ വന്നോളാം. ഗുഡ്. അപ്പോൾ ചെല്ല്. ഇന്നലെ കൊണ്ടുവച്ച ഡ്രസ്സുകൾ സെറ്റിയിൽ അതുപോലെ കിടക്കുക. നന്നായി മടക്കി ഷെൽഫിൽ വെക്ക്. അപ്പോഴേക്കും ഇച്ചായൻ എന്തേലും കഴിച്ചിട്ട് വരാം. നല്ല വിശപ്പ്. ഡെന്നി വയറൊഴിഞ്ഞു. എൻ്റെ ആനിക്കൊച്ച് കഴിച്ചായിരുന്നോ? കൈ മുന്നിലേക്ക് ചലിക്ക് മുന്നേ അവൾ പിന്നിലേക്ക് നീങ്ങി. കള്ളി. ചിരിയോടെ മീശത്തുമ്പ് കടിച്ചു. നിഷയുടെ കവിളിൽ ഒന്ന് തട്ടി. സൂക്ഷിച്ചു പോകണം കേട്ടോ. അവൾ തിരിഞ്ഞ് സ്റ്റെപ്പുകൾ കയറുമ്പോൾ അവൻ്റെ കണ്ണിൽ പ്രണയത്തിന് മേലെ വാത്സല്യം വന്ന് നിറഞ്ഞു. ഇന്നത്തെ സമ്മാനം അത് കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ ആനിയുടെ പേടി മാറും. പിന്നെ ഇച്ചായൻ എന്ന ലോകം അത് മാത്രമേ കാണൂ. ലഞ്ച് കഴിക്കുന്നവന് അരികിൽ ഒരു ചെയർ നീക്കിയിട്ടിരുന്നു. സത്യമായും അമ്മ പ്രതീക്ഷിച്ചില്ല നിഷമോൾക്ക് വേണ്ടി ഇത്രയും നീ ചെയ്യുമെന്ന്. അവൻ ഒരു പിടി ചോറ് വാരി വായിലേക്ക് വെച്ചു. എന്താന്ന് പറഞ്ഞു തരാൻ അറിയില്ല. ആ പള്ളിയിൽ വെച്ച് അവളെ കണ്ടത് മുതൽ ഇന്ന് ഈ നിമിഷം വരെയും എൻ്റെ ഹൃദയം തുടിക്കുന്നത് പോലും അവൾക്ക് മാത്രമാണ് എന്ന് തോന്നുക. വല്ലാത്തൊരിഷ്ടം. അവൻ വാഷ് ഏരിയയിലേക്ക് നടന്നു. പെട്ടെന്ന് ചെല്ല്. സോപ്പിട്ട് റൂമിലേക്ക് പറഞ്ഞു വിട്ടൂല്ലേ? മുന്നിലേക്ക് നടന്നവൻ ഒന്ന് നിന്നു. പപ്പയുടെ മോൻ തന്നെ. നീരജ അടുത്തേക്ക് വന്ന് മകൻ്റെ കണ്ണിലേക്ക് നോക്കി. കുഞ്ഞിപ്പെണ്ണ, ഞാൻ പറയണ്ടല്ലോ, നീ കാരണം മോള് കരയരുത്. ഇല്ലമ്മ, അവൾ ഡെന്നിക്കൊപ്പം വേണം. മിന്നുകെട്ട് വേഗം നടത്തണം. തലയ്ക്ക് പിടിച്ചു. ഒന്ന് പോമ്മ. സ്റ്റെപ്പുകൾ ഓടിക്കയറുമ്പോൾ അവനിൽ ഇതേവരെ അറിയാത്ത സന്തോഷം. റൂമിൻ്റെ ഡോറ് തുറന്ന് അകത്തേക്ക് നോക്കുമ്പോൾ ഡെന്നിയുടെ മുഖം ചുളിഞ്ഞു. ഈ കൊച്ച് ഇതെവിടെ പോയി? പുറത്തേക്കിറങ്ങി മേലേക്ക് കയറിയതാ. പിറുപിറുത്തുകൊണ്ട് ഓപ്പൺ ബാൽക്കണിയിലേക്ക് നോക്കി. ഇവിടെ നിൽക്കുവാണോ? പിന്നിൽ അവൻ്റെ കാൽപെരുമാറ്റം കേൾക്കുന്നുണ്ട്. ആനി, എന്തു പറ്റി? ഞാൻ ഇവിടെയാണോ വരാൻ പറഞ്ഞത്? അല്ല പിന്നെന്താ? വാ പോകാം. കയ്യിൽ പിടിച്ചു. എനിക്ക് ഇവിടെ നിന്ന് പറയാം. ശബ്ദം താഴ്ന്നു. എന്തിനാ? പേടിയാണോ? പറയ്.
അവൾ വിക്കി കണ്ണുകൾ നിറഞ്ഞു. ഇച്ചായൻ്റെ പൊന്നല്ലേ, ഈ കണ്ണുനീര് എനിക്ക് വേദനയാ. കവിൾത്തടത്തിലൂടെ ഒഴുകിയിറങ്ങുന്ന നീർമുത്തിനെ തുടച്ചു നീക്കി. എൻ്റെ ആനിക്ക് ഇച്ചായനെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ലെന്നുണ്ടോ? പെണ്ണ് സംശയത്തോടെ നിന്നു. അല്ല, എനിക്ക് 28 വയസ്സുണ്ട്. എൻ്റെ ആനി കുഞ്ഞല്ലേ? നിഷയുടെ മുഖം വീർത്തു. കുഞ്ഞല്ല, 20 വയസ്സുണ്ട്. പക്ഷേ പറയ്. അവൾ നാണത്തോടെ ചിരിച്ചു. ഈ ചിരി കാണാൻ എന്താ ഭംഗി. അപ്പോ ഈ സന്തോഷത്തിൽ നിന്ന് തുടങ്ങാം. അവളെ കയ്യിൽ വാരിയെടുത്തു. വേണ്ട, ഞാൻ നടക്കാം. ഭ്രാന്തൻ ഒപ്പമുള്ളപ്പോ നടക്കണ്ട. അവളോട് തോന്നുന്ന അടങ്ങാത്ത പ്രണയം ഹൃദയത്തെ ഒന്നാകെ വരിഞ്ഞു മുറുക്കുമ്പോൾ ശ്വാസമെടുക്കാൻ പോലും ഒരു നിമിഷം അവൻ മറന്നു. ഇച്ചായ, എന്താ? ഉള്ളിൽ തടഞ്ഞിരുന്ന പ്രാണവായു അവളുടെ മുഖമാകെ പതിച്ച നിമിഷം പിടപ്പോടെ ആ നെഞ്ചിൽ മുഖം പൂഴ്ത്തി.